കരൂർ അപകടത്തിൽ നടനും TVK അധ്യക്ഷനുമായ വിജയ് CBIക്ക് മുന്നിൽ ഹാജരായി. ഇന്ന് ദില്ലിയിലെ CBI ആസ്ഥാനത്ത് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. ദുരന്തത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളും മാനദണ്ഡങ്ങളുടെ ലംഘനവുമാണ് പ്രധാനമായും CBI പരിശോധിക്കുന്നത്. വിഷ്ണു ചേരുകയാണ്. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, ഒരു 11:30 കൂടിയാണ് ഇപ്പോൾ TVK അധ്യക്ഷനായിട്ടുള്ള വിജയ് CBIക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. 7 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വിജയ് CBIക്ക് മുന്നിൽ എന്തായാലും ഹാജരായിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കരൂർ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ചെയ്യലിന് വിജയോട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് CBI നോട്ടീസ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് ഈ കരൂർ അപകടമുണ്ടായ വാഹനമടക്കം ഇത്തരത്തിൽ വിജയുടെ പ്രചരണ വാഹനമടക്കം CBI കസ്റ്റഡിയിലെടുത്ത് ഡ്രൈവറെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജയോട് തന്നെ നേരിട്ട് സ്ഥാനത്ത് ഹാജരാകാൻ ആവശ്യപ്പെടുകയും എന്തായാലും CBI, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 11:30 കൂടിയാണ് വിജയ് CBIക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. എന്തായാലും CBI നിരവധി ചോദ്യങ്ങളാണ് പ്രത്യേകിച്ച് വിജയ്ക്ക് മുന്നിൽ ഉന്നയിക്കുന്നത്. ഈ ഒരു കരൂർ റാലിയുടെ ആസൂത്രണം ആരായിരുന്നു, അതിൽ ഈ വിജയ് വളരെയധികം താമസിച്ച് റാലി സ്ഥലത്തേക്ക് എത്തിയതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ റാലിയിലേക്ക് വളരെ വൈകി മാത്രം വിജയ് സ്ഥലത്തേക്ക് എത്തിയത് എന്നതുൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങളാണ് CBI ഇപ്പോൾ വിജയ്ക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. ഷമി.